ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എനർജി സ്റ്റോർ ഇൻ എ കപ്പാസിറ്റർ എന്നാണ്. അപ്പോൾ ഒരു കപ്പാസിറ്റർ എന്ന് പറയുന്നത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് നമുക്ക് നല്ലോണം അറിയാം. എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ്? എനർജി സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, ഏത് എനർജിയാണ്? ഡി സി കറണ്ട് എന്ന് പറയുന്നത് എനർജി സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത്? കപ്പാസിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കപ്പാസിറ്ററിൽ എങ്ങനെയാണ് എനർജി സ്റ്റോർ ചെയ്യുന്നത് എന്നതാണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം കപ്പാസിറ്റി സ്റ്റോർ ചെയ്യാൻ പറ്റും, ഒരു കപ്പാസിറ്ററിൽ എത്രത്തോളം എനർജി സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നതിന്റെ ഒരു ഡെറിവേഷൻ ആണ് നമ്മൾ ഇന്ന് ഡെറിവേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം അതിന്റെ ഒരു ഫിഗർ നമുക്ക് അറിയണം. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എടുത്തു, പാരലൽ പ്ലേറ്റ് എടുത്തു. ഈ പാരലൽ പ്ലേറ്റിനെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസുമായിട്ട് എന്ത് ചെയ്തു? പൊട്ടൻഷ്യലുമായിട്ട് എന്ത് കണക്ട് ചെയ്തു? വി. ഇത് ക്യൂ എന്ന് പറയുന്ന ചാർജ് ഇതിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, നമുക്കറിയാം ഒരു കപ്പാസിറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, രണ്ട് പാരലൽ ആയിട്ടുള്ള പ്ലേറ്റ് ഉണ്ടാവും. ആ പ്ലേറ്റിൽ എന്തെങ്കിലും ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെക്കുന്നതാണ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം. ഇനി ഇതിൽ എങ്ങനെയാണ് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ നോക്കൂ, ഇതൊരു പോസിറ്റീവ് ഒരു എന്താണ് പ്ലേറ്റ് ആണ്, ഇതും ഒരു പ്ലേറ്റ് ആണ്. ഇതൊരു എം ടി പ്ലേറ്റ് ആണ്. എന്ന് വെച്ചാൽ ഇതിൽ ഒരു തരത്തിലുള്ള ചാർജും ഇല്ല. എന്ന് വെച്ചാൽ പോസിറ്റീവ് ചാർജും ഇല്ല, ഇതിൽ നെഗറ്റീവ് ചാർജും ഇല്ല. ചാർജ് രണ്ടും എന്താണ്? സീറോ ആണ്. ഓക്കെ, ഇനി ഞാൻ ഇതിലേക്ക് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, പ്ലേസ് ചെയ്യണം. എന്ന് വെച്ചാൽ എന്ത് ചെയ്യുന്നു? നോക്കൂ, ഇത് എം ടി സ്പേസ് ആണ്. അതിലേക്ക് ഞാനൊരു പോസിറ്റീവ് ചാർജിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഒരു പോസിറ്റീവ് ചാർജിനെ കുറേശ്ശെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഓക്കെ, പോസിറ്റീവ് ചാർജ്. ഈ പോസിറ്റീവ് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇവിടെ എന്തെങ്കിലും ഫോഴ്സോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഫോഴ്സ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം അവിടെ എം ടി സ്പേസ് ആണ്. അതിലേക്ക് സിമ്പിൾ ആയിട്ട് ഒരു പോസിറ്റീവ് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അതിൽ ഒരു വർക്കും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി രണ്ടാമത്തെ പ്രാവശ്യം നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഫസ്റ്റ് ചാർജിനെയും കൂടി ഇതിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരു പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത്, ഒരു പോസിറ്റീവ് ചാർജ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ ഇലക്ട്രിക് ഫീൽഡ് പഠിച്ചിട്ടുണ്ട്. ഒരു സ്റ്റേഷനറി ചാർജ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ സ്റ്റേഷനറി ചാർജിന് ചുറ്റും എന്തുണ്ടാവും? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ചാർജ് ഉണ്ട്, ഈ ചാർജിന് ചുറ്റും എന്തുണ്ടാവും? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഇനി ഞാൻ ഇതിലേക്ക് ഒരു പോസിറ്റീവ് ചാർജിനെ ഞാൻ കൊണ്ടുവരികയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇത് പോസിറ്റീവ് ചാർജ് ആണ്, ഇത് പോസിറ്റീവ് ചാർജ് ആണ്, രണ്ടും ഈക്വൽ ചാർജുകളാണ്. അപ്പൊ അവിടെ എന്തുണ്ടാവും? റിപ്പൽഷൻ ഉണ്ടാവും. റിപ്പൽഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടുന്ന് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ, എന്ന് വെച്ചാൽ പുറമേന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം, ഞാൻ വർക്ക് ചെയ്യണം. ഞാനൊരു വർക്ക് ചെയ്യണം. ആ വർക്കാണ് നമ്മൾ ഇവിടെ ചെയ്യുക. ഈ കൊടുക്കുന്ന വർക്കാണ് എന്തായി സ്റ്റോർ ചെയ്യുക? അവിടെ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യാം. നമ്മൾക്ക് അറിയാമല്ലോ, ഒരു സ്പ്രിങ്ങിന്റെ കേസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു സ്പ്രിങ് എടുത്തു, സ്പ്രിങ്ങിലേക്ക് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? സ്പ്രിങ് ചുരുങ്ങും അല്ലെ? കൈ വിട്ട് കഴിഞ്ഞാൽ സ്പ്രിങ് പഴയ അവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഫോഴ്സ് നമ്മൾ സ്പ്രിങ്ങിലേക്ക് ഫോഴ്സ് അമർത്തുന്ന സമയത്ത് സ്പ്രിങ് ചുരുങ്ങുന്നത് എന്തുകൊണ്ടാണ്? അതിൽ എനർജി സ്റ്റോർ ചെയ്യുന്നുണ്ട് അല്ലെ? അതുകൊണ്ടാണ്, സ്റ്റോർ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ കൈ എടുക്കുമ്പോൾ സ്പ്രിങ് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്നത്. സ്റ്റോർ ചെയ്യുന്നില്ല എങ്കിൽ എന്ത് ചെയ്യില്ല? സ്പ്രിങ് പഴയ അവസ്ഥയിൽ തിരിച്ചു പോവില്ല. ഓക്കെ, അപ്പോൾ ഒരു പോസിറ്റീവ് ചാർജിൽ വെച്ചിട്ടുണ്ട്, അതിലേക്ക് വേറൊരു പോസിറ്റീവ് ചാർജ് കൊണ്ടുവരുന്ന സമയത്ത് എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും അവിടെ എന്ത് ചെയ്യണം? ഒരു വർക്ക് ചെയ്യണം. ഓക്കെ, ഈ വർക്കിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി മൂന്നാമത് പോസിറ്റീവ് ചാർജ് കൊണ്ടുവരികയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? രണ്ടാമത് പോസിറ്റീവ് ചാർജ് കൊണ്ടുവന്നതിനേക്കാളും വർക്ക് ഞാൻ എന്ത് ചെയ്യണം? ഈ മൂന്നാമത് ഒരു പോസിറ്റീവ് ചാർജ് കൊണ്ടുവരുമ്പോൾ ഞാൻ ചെയ്യണം. അല്ലെ? ക്ലിയർ അല്ലേ? അപ്പോ രണ്ടാമത് ഞാൻ ഒരു പോസിറ്റീവ് ചാർജ് കൊണ്ടുവന്നു, അപ്പൊ ഞാൻ കുറച്ച് വർക്ക് ചെയ്തു. അതിനേക്കാളും കൂടുതൽ പോസിറ്റീവ് ഒരു വർക്ക് ഞാൻ എവിടെ ചെയ്യണം? മൂന്നാമത് പോസിറ്റീവ് ചാർജ് കൊണ്ടുവരുമ്പോൾ ചെയ്യണം. ഓക്കെ, പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഇനി നാലാമത് ഒരു പോസിറ്റീവ് ചാർജ് കൊണ്ടുവരികയാണ്. അപ്പൊ എന്ത് ചെയ്യണം? രണ്ടാമതും മൂന്നാമതും കൊണ്ടുവരുമ്പോൾ ഞാൻ എന്ത് വർക്ക് ചെയ്തോ അതിനേക്കാളും കൂടുതൽ വർക്ക് എപ്പോ ചെയ്യണം? നാലാമതൊരു പോസിറ്റീവ് ചാർജ് കൊണ്ടുവരുമ്പോൾ ചെയ്യണം. ഓക്കെ, ഇനി ഇതേപോലെ നെഗറ്റീവ് ചാർജ്, ഇവിടെ സിമ്പിൾ ആയിട്ട് ഒരു ഫസ്റ്റ് ചാർജ് എന്ത് ചെയ്യും? നെഗറ്റീവ് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഓക്കെ, അതേപോലെ അടുത്ത രണ്ട് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പൊ ഈ ഓരോ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം? ഞാൻ വർക്ക് ചെയ്യണം. അപ്പൊ ഈ വർക്കാണ് നമ്മൾ ആദ്യം നമുക്ക് എഴുതാനുള്ളത്, കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, നമുക്കറിയാം എന്താണ് നമ്മുടെ ഇക്വേഷൻ. നമുക്കറിയാം, ഇവിടെ നോക്കിക്കോളൂ. വി ഈസ് ഈക്വൽ, നമുക്ക് പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷൻ. പൊട്ടൻഷ്യൽ വി ഈസ് ഈക്വൽ എന്താണ്? വർക്ക് ഡിവൈഡ് ബൈ ക്യൂ. ചാർജ് ആണ് പൊട്ടൻഷ്യൽ ആണുള്ള ഇക്വേഷൻ. വർക്ക് ഡിവൈഡ് ബൈ ക്യൂ ആണ്. നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണ്, പൊട്ടൻഷ്യൽ നിന്നുമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ നിന്നും വർക്ക് കാണാനുള്ള ഇക്വേഷൻ W is equal to V into Q എന്നൊരു ഇക്വേഷൻ നമ്മൾ എടുത്തു.
അപ്പൊ വർക്ക് എന്താണ്? ഞാൻ ഇവിടെ പോസിറ്റീവ് ചാർജിനെ നെഗറ്റീവ് ചാർജിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഞാൻ എടുക്കുന്ന വർക്കാണ് ഈ വർക്ക് W എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് മൊത്തത്തിലുള്ള വർക്കാണ്. നമ്മൾക്ക് എന്ത് ചെയ്യണം? ഓരോ ചാർജും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന വർക്ക് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കുമ്പോൾ എന്ത് ചെയ്യണം? dw is equal to പൊട്ടൻഷ്യൽ എന്താണ്? സെയിം ആണ്. V എന്താ മാറുന്നത്? ഓരോ ചാർജും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ചാർജ് ചേഞ്ച് ആവുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? dq എന്ന് എഴുതാം. ഓക്കെ, ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ dw is equal to v dq. dw എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വർക്കാണ്. ഓരോ ചാർജിനെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള വർക്കാണ്. ഓക്കെ, v എന്ന് പറയുന്നത് അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ആണ്, നമുക്കറിയാം. ഇനി dq എന്ന് പറയുന്നത് ഈ ഓരോ ചാർജാണ്, ചാർജ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, അതിനാണ് dq എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം ഒരു പോസിറ്റീവ്, ഇവിടെ പോസിറ്റീവ് ചാർജ് പ്ലേറ്റ് ഉണ്ട്, നെഗറ്റീവ് ചാർജ് പ്ലേറ്റ് ഉണ്ട്. ഇത് രണ്ടിനെയും കോമൺ ആയിട്ട് നമുക്ക് എന്താ പറയാം? കപ്പാസിറ്റർ എന്ന് വിളിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കപ്പാസിറ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? C is equal to Q by V എന്നുള്ളതാണ്. ഓക്കെ, പറയുന്ന കാര്യം ക്ലിയർ ആവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, C is equal to Q by V എന്നൊരു ഇക്വേഷൻ കിട്ടി. ഇതിൽ നിന്നും എനിക്ക് V ക്കുള്ള ഒരു ഇക്വേഷൻ കാണണം. V is equal to Q by C എന്നുള്ള ഇക്വേഷൻ കിട്ടി. അങ്ങനെ തന്നെ വരിക. വേണമെങ്കിൽ നമുക്ക് നോക്കാം എങ്ങനെ. Q is equal to CV അല്ലെ? അപ്പൊ V is equal to Q by C. ശരിയാണ് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? V is equal to Q by C എന്നൊരു ഇക്വേഷൻ കിട്ടി. ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ നമ്പർ 2 ഇൻ ഇക്വേഷൻ നമ്പർ 1. രണ്ടാമത്തെ ഇക്വേഷൻ ഒന്നാമത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. രണ്ടാമത്തെ ഇക്വേഷൻ ഒന്നാമത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? അവിടെ നോക്കിക്കോളൂ. എന്ത് കിട്ടും? dw is equal to വർക്ക്, സ്മോൾ വർക്ക്, ചെറിയൊരു വർക്ക്, വിന്റെ സ്ഥാനത്ത് Q by C എന്ന് കിട്ടും. പിന്നെ എന്താ ഉള്ളത്? dq എന്ന് കിട്ടി. അപ്പോൾ dw is equal to Q by C divided by Q by C into dq എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് സ്മോൾ വർക്ക് കിട്ടി. നമുക്ക് സ്മോൾ വർക്ക് അല്ല കിട്ടേണ്ടത്, നമുക്ക് ടോട്ടൽ വർക്കാണ് കിട്ടേണ്ടത്. ഓക്കെ, അപ്പൊ ടോട്ടൽ വർക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ ഇന്റഗ്രൽ എടുക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? W is equal to ഇന്റഗ്രൽ എങ്ങനെ എടുക്കാം? 0 to Q അല്ലെ? 0 to Q വരെയുള്ള ചാർജ് എടുക്കാം. 0 മുതൽ ആദ്യം എന്തിന്? ഈ പ്ലേറ്റിൽ 0 ചാർജ് ആയിരുന്നു, അതാണ് 0. പിന്നെ എത്ര ചാർജ്? Q ചാർജ് ആയി, കുറെ ചാർജുകളായി. അപ്പൊ 0 to Q എന്താണ്? Q by C dq എന്നൊരു ഇക്വേഷൻ കിട്ടി. ഓക്കെ, ഇനി ഈസ് ഈക്വൽ ടു ഇതില് 1 by C എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്. ഇന്റഗ്രൽ 0 to Q dq എന്നൊരു ഇക്വേഷൻ കിട്ടി. ഓക്കെ, എന്താണ് ഇന്റഗ്രൽ? ഇന്റഗ്രൽ x raised to n എന്ന് പറഞ്ഞാൽ, ഇന്റഗ്രൽ x raised to n എന്ന് പറഞ്ഞാൽ x raised to n plus 1 divided by n plus 1 എന്നാണ്. ഇന്റഗ്രൽ x raised to n is equal to x raised to n plus 1 divided by n plus 1. ഓക്കെ, ഇത് പഠിക്കണം, ബൈ ഹാർട്ടായി പഠിക്കേണ്ട കാര്യമാണ് കേട്ടോ. ഇതൊന്നും അഡീഷണൽ വേറെ അവിടെ ഉണ്ടാവില്ല, നമ്മളിത് ബൈ ഹാർട്ടായി പഠിച്ചെടുക്കേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്പൊ 1 by C ഉണ്ട്. ഇന്റഗ്രൽ ചെയ്ത് കഴിഞ്ഞു. ഇന്റഗ്രൽ ചെയ്ത് കഴിഞ്ഞാൽ ബോക്സ് മാറ്റി, ഇന്റഗ്രേഷൻ ടേം മാറ്റി. എന്ത് പറ്റി ഇവിടെ? എന്തുണ്ടായി? Q സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഇന്റഗ്രൽ 0 to Q എന്ന് കിട്ടി. ഓക്കെ, ഇതില് 1 by 2 കോൺസ്റ്റന്റ് എളിയിൽ എടുക്കാം. അപ്പൊ എന്ത് കിട്ടി? 1 by 2C into അപ്പർ ലിമിറ്റ് എന്താണ്? Q തന്നെയാണ്. അപ്പൊ Q സ്ക്വയർ മൈനസ് ലോവർ ലിമിറ്റ് എന്താണ്? 0 എടുത്തു. അപ്പോ W വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താണ്? പൊട്ടൻഷ്യൽ എനർജി U തന്നെയാണ്. W എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താണ്? പൊട്ടൻഷ്യൽ എനർജി U തന്നെയാണ്. എന്ത് കിട്ടി? ആൻസർ Q സ്ക്വയർ ഡിവൈഡ് ബൈ 2C എന്ന് കിട്ടി. ഇതാണ് ഒന്നാമത്തെ നമ്മുടെ ഇക്വേഷൻ, വർക്ക് ഡൺ എനർജി കാണാനുള്ള ഒന്നാമത്തെ ഇക്വേഷൻ. W is equal to U is equal to Q സ്ക്വയർ ഡിവൈഡ് ബൈ 2C എന്നൊരു ഇക്വേഷൻ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഒരു ഇക്വേഷൻ മാത്രമല്ല എനർജി കാണാനുള്ള ഇക്വേഷൻ, നമുക്ക് ഒന്നിൽ കൂടുതൽ ഇക്വേഷൻസ് ഉണ്ട്. അപ്പൊ എനർജി കാണാൻ രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് ഒന്നും ഡെറിവ് ചെയ്യാം. ഇവിടെ നോക്കിയോ, U is equal to U എന്താണ്? വർക്ക് ഡൺ തന്നെയാണ്. U is equal to എങ്ങനെ എഴുതാം? നമുക്ക് ഈ Qന് ഒന്നും കൂടി Q സ്ക്വയറിനെ എങ്ങനെ എഴുതാം? Q ഡിവൈഡ് ബൈ 2 into Q ഡിവൈഡ് ബൈ C എന്ന് എഴുതാം അല്ലെ?
ക്യൂ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാ ക്യൂ ഇൻറ്റു ക്യൂ ഡിവൈഡ് ബൈ 2c എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ബൈ 2c. അപ്പോൾ ക്യൂ ബൈ 2 ഇൻറ്റു ക്യൂ ബൈ സി എന്ന് മാറ്റി എഴുതാം. ഓക്കെ, ഈസ് ഈക്വൽ ടു ക്യൂ ബൈ 2 പറഞ്ഞാൽ ക്യൂ ബൈ 2 തന്നെയാണ് ഇൻറ്റു ക്യൂ ബൈ സി. എന്താണ് ക്യൂ ബൈ സി എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിക്കോളൂ. ക്യൂ ബൈ സി ഇതാ, ക്യൂ ബൈ സി എന്ന് പറഞ്ഞാൽ വി ആണ്. ഇക്വേഷൻ നമ്പർ 2 നോക്കിയാൽ ക്യൂ ബൈ സി എന്ന് പറഞ്ഞാൽ വി ആണ്. അപ്പൊ നമുക്ക് കൊടുക്കാം വി എന്ന് കൊടുക്കാം. അപ്പൊ എന്ത് കിട്ടി? യു ഇസ് ഈക്വൽ ടു 1/2 ക്യൂ ഇൻറ്റു വി എന്നൊരു ഇക്വേഷൻ കിട്ടി. ഇത് വി ആണ്, വി. രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി. യു ഇസ് ഈക്വൽ ടു 1/2 ക്യൂ ഇൻറ്റു വി എന്നൊരു ഇക്വേഷൻ കിട്ടി. അപ്പൊ ആദ്യത്തെ ഇക്വേഷൻ എന്താണ്? യു ഇസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ 2c എന്ന് കിട്ടി. രണ്ടാമത്തെ ഇക്വേഷൻ യു ഇസ് ഈക്വൽ ടു 1/2 ക്യൂ ഇൻറ്റു വി എന്നൊരു ഇക്വേഷൻ കിട്ടി. ഓക്കെ, ക്ലിയർ? இந்த ഇക്വേഷൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഇക്വേഷൻ കൂടി ഉണ്ട്. നമുക്ക് എങ്ങനെ അറിയാം? നമുക്കറിയാം സി ഇസ് ഈക്വൽ ടു ക്യൂ ബൈ വി ആണ്. ഇതിൽ നിന്നും ക്യൂ ഇക്വേഷൻ കാണാം സി വി അല്ലെ? സി സിക്കൽ ക്യൂ ബൈ വി ആണ്. എന്നും ക്യൂക്ക് ഒരു ഇക്വേഷൻ കാണാം സി വി. ഈ ഇക്വേഷൻ നമുക്ക് മേലത്തെ ഇക്വേഷൻ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. യു ഇസ് ഈക്വൽ ടു എങ്ങനെ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 3 അല്ല 3 എന്ന് കൊടുക്കാം. ഇത് വേണമെങ്കിൽ ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കാം. ദെൻ നമുക്ക് എങ്ങനെ എഴുതാം? substitute equation number 4 in equation number 3 യിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? u is equal to 1/2 എന്താണ്? ക്യൂവിന്റെ സ്ഥാനത്ത് സി വി. അപ്പോ സി വി സ്ക്വയർ എന്ന് കിട്ടും. u is equal to 1/2 സി വി സ്ക്വയർ എന്ന ഇക്വേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ജനറൽ ആയിട്ടുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഏറ്റവും പ്രോബ്ലംസിലൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇക്വേഷൻ യു ഇക്വൽ 1/2 സി വി സ്ക്വയർ എന്നാണ്. ഓക്കെ, അപ്പോ എനർജി കൂടുന്ന സമയത്ത് എന്ത്? കപ്പാസിറ്റൻസ് കൂടുന്ന സമയത്ത് എന്ത് കൂടും? എനർജി കൂടും. ഇതിലുണ്ടാകുന്ന എനർജി സ്റ്റോർ ചെയ്യുന്ന എനർജി കൂടും. പൊട്ടൻഷ്യൽ കൂടുന്ന സമയത്ത് ഇവിടെ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ കൂടുന്ന സമയത്ത് എന്ത് കൂടും? യു കൂടും. ഓക്കെ, ഇവിടെ നോക്കിയോ, ക്യൂ ഇൻറ്റു വി. ചാർജ് കൂടുന്ന സമയത്ത് ഈ ചാർജ് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ചാർജിന്റെ അളവ് കൂടുന്ന സമയത്ത് എന്ത് കൂടും? യു കൂടും. അവിടെ ഉണ്ടാവുന്ന എനർജി കൂടും. എന്ന് വെച്ചാൽ കപ്പാസിറ്റി സ്റ്റോർ ചെയ്യാനുള്ള എനർജി കൂടും. വി കൂടുന്ന സമയത്ത് എന്ത് കൂടും? യു കൂടും. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ നോക്ക്, ക്യൂ പറഞ്ഞ ചാർജ് കൂടുന്ന സമയത്ത് എന്ത് കൂടും? യു കൂടും. ഇവിടെ കപ്പാസിറ്റൻസ് കൂടുന്ന സമയത്ത് സി യു കുറയും. ഓക്കെ, ഇവിടെ ചെറിയൊരു ഡിസ്റ്റൻസ്. ഓക്കെ, ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ യു ഇസ് ഈക്വൽ ടു 1/2 സി വി സ്ക്വയർ നമ്മുടെ ഇക്വേഷൻ. യു ഇസ് ഈക്വൽ 1/2 ക്യൂ എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. യു ഇസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ 2c എന്നൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പോ ഈ ഇക്വേഷൻ ഡെറിവേഷൻ നിർബന്ധമായിട്ടും പഠിക്കണം. കാരണം ഇമ്പോർട്ടന്റ് ആണ്. പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ചോദിച്ച് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഇക്വേഷൻ യു ഇസ് ഈക്വൽ 1/2 സി വി സ്ക്വയർ എന്ന ഇക്വേഷൻ നിർബന്ധമായിട്ടും പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി ചോദിക്കും. നിർബന്ധമായിട്ടും പഠിക്കണം. ഈ പിക്ചർ എഴുതാൻ പഠിക്കണം. ഈ ഡെറിവേഷൻ ഇന്റഗ്രേഷൻ എഴുതാൻ പഠിക്കണം. ഇതെല്ലാം ഈ ഇക്വേഷനിൽ പഠിക്കണം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. Okay, thank you.